നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവമാർക്കെല്ലാം പ്രാന്തായി പോയിട്ട് എന്തോന്നാ ഇത്? എന്തൊരു രാഷ്ട്രീയമാണിത്? തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെയാണ് പണ്ട്. ഇതൊക്കെ സിനിമ തന്നെയാണോ, യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ സിനിമയാണോ? എന്താ വെച്ചാൽ കുറെ ബിഗ് ബോസ് താരങ്ങളെ ഇറക്കുന്നത്, അതുപോലെ തന്നെ ഒന്നിനും കൊള്ളാതെ കുറെ നടന്മാരെ ഇറക്കുന്നത്. എന്തിന്റെ ആവശ്യത്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പാലക്കാട് പോലെയുള്ള ഒരു ഉറച്ച സീറ്റിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനെ കിട്ടാണ്ടായി പോയി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ രമേശ് പിഷാരടിയൊക്കെ ആരാടോ സ്ഥാനാർത്ഥിയാക്കിയത്? അല്ല, എന്ത് കഴിവാണുള്ളത്? എന്തെന്നാ ഉള്ളത്? കോൺഗ്രസിന്റെ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കോൺഗ്രസ്സുകാരനെ അവിടെ നിർത്തിക്കൂടെ? ഒരുപാട് ആൾക്കാർ കൊടിപിടിച്ച് അടിപണിച്ചവർ ഒരുപാട് ആൾക്കാരില്ലേ? അവരെ ആരെങ്കിലും നിർത്തിക്കൂടെ? അല്ലാതെ എന്തിനാണ് ഇവനെയൊക്കെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി നിർത്തുന്നത്? ഇവൻ പറയുന്ന കാര്യം എന്താ? മമ്മൂക്ക വരും. മമ്മൂക്ക ഏടെ വരുന്നാ പറയുന്നത്? മമ്മൂക്ക പാലക്കാട് വരാതാളങ്ങറ്റാ. മമ്മൂക്ക സിനിമ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ പാലക്കാടും വരും, അവിടെ 100 പാട്ടും പാടും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അദ്ദേഹത്തിന് അവിടെ വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ അങ്ങ് ഓള് വിടൽ തന്നെയാണ്. മമ്മൂക്ക വരും, ലാലേട്ടൻ വരും. വരുവോ. ഇതൊന്ന് കണ്ടിട്ട് വാ. സംവിധായകൻ ജോഷിയല്ല ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരൻ. ഇതാണ് അവസാനം നടക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അവസാനം നടക്കാൻ പോകുന്ന സംഭവം ഇത് തന്നെയാണ്. മമ്മൂക്ക വരുവോ. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നാലും പോയാലും കേരള രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും സംഭവിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടിക്ക് വേണമെങ്കിൽ ഇന്ന് രമേശ് പിഷാരടിയെ വിളിച്ച് പറയാമായിരുന്നു. അതായത്, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്കെന്താ അതിൻ്റെ കൂടെ നേട്ടം എന്ന് കൃത്യമായിട്ട് ചോദിക്കാമായിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്തോ അടുത്തു വന്ന് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എറ്റിയ അല്ലെങ്കിൽ ഓടിച്ചു വിട്ട മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിന്റെ നമ്മുടെ സ്വകാര്യ അഹങ്കാരം, ആ മമ്മൂക്ക എന്തുകൊണ്ടാണ് രമേശ് പിഷാരടിയെ പോലെയുള്ള ഒരാൾക്ക് താക്കീത് നൽകാത്തത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവരുടെയൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ എല്ലാവരും വേണം. അതാണ്, വേറെ ഒന്നുമല്ല. ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ചില സമയങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും വേണം, എല്ലാവരെയും വേണം. അതാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഏതവനായി കഴിഞ്ഞാലും ഒറ്റ വലിയേ ഉള്ളൂ, അല്ലാതെ ഇവിടെ മല്ല മാങ്ങാത്തൊല്ലൊന്നും ഇല്ല. ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് വില്ല നടനാണ്, അതുപോലെ മോഹൻലാൽ വില്ല നടനാണ്, പിഷാരടി നടനാണ്. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലി മേടിച്ചിട്ട് അവരെ തൊഴിൽ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മമ്മൂട്ടിക്കുള്ള പോലെ തന്നെ ആത്മാഭിമാനവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടി അങ്ങനെയാണെങ്കിൽ പറയണ്ടേ പിഷാരടിയോട്, നീ എന്ത് വർത്താനാടോ പറയുന്നത്? അനക്കെന്താ പ്രാന്തായി പോയാ? ഇജൊരു കാര്യം ചെയ്യും, ഞാൻ വരത്തില്ല എന്ന് പറയണ്ടേ? അല്ലാതെ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിന്റെ പേരും പറഞ്ഞ് ഇനിയിപ്പം നാളെ പോസ്റ്ററും കൂടെ അടിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി മിണ്ടാതിരിക്കോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത്, കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും പിഷാരടിക്ക് അറിയാം അവിടെ ജയിക്കുന്നറിയാം. കാരണം തോക്കുന്ന സീറ്റൊന്നും അല്ല. അവിടെ ഇനി എന്ത് മത്സരം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോഴും ജയിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോഴും പിഷാരടിനെ നിർത്തിയോണ്ട് ഇനി കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഉറപ്പില്ല കേട്ടാ. അതായത്, പിഷാരടിക്ക് കോൺഗ്രസ്സുകാർ വരെ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തികളെയാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ പിഷാരടിയാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. വേറെ ആളില്ലല്ലോ. വേറെ ആളില്ലെങ്കിൽ നെയ്യ. വേറെ കോൺഗ്രസ് നിന്ന് മത്സരിക്കാൻ ഒരാൾ പോലും പാലക്കാട് ഇല്ലാത്തതുകൊണ്ടാണ് പിഷാരടിയെ നിർത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, ധർമ്മജനെയും കൂടി കൂട്ടി പോകണം. കഴിഞ്ഞ പ്രാവശ്യം ധർമ്മേന് സീറ്റ് കൊടുത്തിന്, അത് പിന്നെ നമുക്ക് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റാന്ന് വിചാരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. പാലക്കാട് പിന്നെ എന്താ പറയുക, ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരിലിടും. എന്നിട്ട് എന്തിനാണ് വെറുതെ കൊണ്ടുപോയിട്ട് ഈ സിനിമാ താരങ്ങൾക്കൊക്കെ നിങ്ങൾ സീറ്റ് കൊടുത്തു? എങ്ങനെയാണെന്നറിയാം. അതായത്, ജയിക്കൂല എന്ന് കാണുന്ന മണ്ഡലത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് കൊടുക്കുക. അത് CPM ആയാലും ശരി, അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, ആരായി കഴിഞ്ഞാൽ BJPക്ക് പിന്നെ വലിയ ഇതൊന്നുമില്ല. 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോഴും എന്ന് പറഞ്ഞ ഒരു പരീക്ഷണത്തിനാണ്. അതായത്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇറക്കിയിട്ട് എന്നാൽ പിന്നെ നോക്കാൻ നമുക്ക് വലിയ ചെലവും ഇല്ലല്ലോ. കാരണം ഇവരാകുമ്പോഴും തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റേ ഇത് നടത്തിക്കോളുമല്ലോ. അല്ലാതെ പോസ്റ്റർ ഒട്ടിക്കാനോ ഇല്ലെങ്കിൽ വേറെ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ 2020 എന്ന് പറയുന്ന പാർട്ടി കുറേ ഇങ്ങനെയുള്ള ആൾക്കാർ എടുത്തത്. ഏതെങ്കിലും ഒന്നിനെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടോ? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതായത്, ഈ 2020 എന്ന് പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്, ഏതെങ്കിലും ഒന്നിനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ PK ഗുരുദാസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അയാൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണെന്ന് മുകേഷ് കൊടുത്തത്. എന്തിന്റെ ആവശ്യമാണ്? എന്താണ് എന്നിട്ട് ജനങ്ങൾക്ക് കിട്ടിയത്? 10 കൊല്ലം മുകേഷിനെ MLA ആക്കിയിരുന്നുണ്ട്. എന്ത് ഇതാണ് കിട്ടിയത്? ഒരുപാട് പാർട്ടി നാറിയെന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിന് സിനിമാ താരങ്ങൾ ചെയ്യേണ്ടത്. പോയിട്ട് നിങ്ങൾ അഭിനയിക്കണോ? അല്ലാതെ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്തിനാ ഇവർക്ക് സീറ്റ് കൊടുക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ അടിയും ഇടിയും വെടിയും വാങ്ങിച്ച പ്രവർത്തകരില്ലേ? ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ചായിക്കൂടെ? അവന് സന്തോഷമാവില്ലായിരുന്നു? ഇതെന്ന് പറയുന്നത് എന്ത് മുഖം എന്നാ നിങ്ങൾ പറയുന്നത്? പിഷാരടിക്ക് എന്ത് മുഖം ഉള്ളത്? പിഷാരടി ഇപ്പോഴും വന്ന് പിഷാരടി പറയുന്ന പോലെ തന്നെയല്ലേ ബാക്കി ആര് വന്നു കഴിഞ്ഞാലും അത് ഓക്കെയല്ലേ? പിന്നെ എന്തിനാ ഇയാളാ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ കൃത്യമായിട്ടെന്ന് പറയുന്നത്, അതായത്
ചിലരുടെയൊക്കെ ഒരു താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടേ എന്ന് പറഞ്ഞാൽ പെട്ടി ചുമക്കുന്നവനും പെട്ടി കണ്ടവനും പെട്ടി കാണുന്നവനും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി ആവണം. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് രമേശ് പിഷാരടി. അല്ലാതെ അയാൾ കോൺഗ്രസിന്റെ ഒരു വലിയ കൊണാണ്ടറായിട്ടൊന്നും അല്ല. എന്നിട്ട് മമ്മൂട്ടീനെ വിളിച്ചപ്പോഴും മമ്മൂട്ടി എന്താ പറയേണ്ടത്? എടോ, നീ എന്നെ വിളിക്കാൻ പാടില്ല. 2 ദിവസം മുമ്പ് ഞാൻ വയനാട് പോയപ്പോൾ അവിടെയുള്ള ഒരു നേതാവ് വന്ന് എന്നെ മുട്ടിയിരിഞ്ഞ് നിന്നു. അന്ന് അയാളുടെ ആളാണെന്ന് വിചാരിക്കൂലേ, അല്ലെങ്കിൽ അയാൾ വിളിച്ചിട്ട് വന്നായില്ലേ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാണ്ടിരുന്നു. ഇപ്പോഴും നീ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൺഗ്രസ് ആണെന്ന് ജനങ്ങൾ വിചാരിക്കൂലേ? അതുകൊണ്ട് അതെന്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കത്തില്ലേ? അതുകൊണ്ട് എന്റെ പേര് പറയാൻ പാടില്ല എന്ന് മമ്മൂട്ടിക്ക് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. ഇപ്പോഴതാ മറ്റേ എന്താ പറയുക 2020 ലക്ഷ്മി പ്രിയം പറയുന്നത്, ഞാൻ വിളിച്ചാലും വരും മോഹൻലാലും മമ്മൂട്ടി എന്ന്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കുക, ഇവറ്റകളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ മമ്മൂട്ടി പറഞ്ഞാലോ മോഹൻലാൽ പറഞ്ഞാലും ഇവിടെ ആരും പോയിട്ട് വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഇവിടെ വോട്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. നിങ്ങളുടെ തമിഴ്നാട് കളിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വരണ്ട. അവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ സിനിമാ താരങ്ങൾ, അമാനുഷിക ശക്തിയുള്ളവർ, സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ തമിഴ്നാട്ടിലൊക്കെ. ഇവിടെയല്ലേ ഉള്ളൂ 5 പൈസേൻ്റെ വിലയില്ലാത്തത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നല്ലതാണെങ്കിൽ സ്നേഹിച്ചു കൊല്ലും, പക്ഷേങ്കിൽ മോശപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞിതാക്കും എന്നുള്ളതാണ്. ഇപ്പം മമ്മൂക്ക തന്നെ എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ഇതാകുന്നില്ല. അയാൾ ഒരു ജനപ്രതിനിധിയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അയാൾ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ആരായാലും. അതുപോലെ തന്നെ ടി സിദ്ദിഖിനെ കൂവിയതും വളരെ തെറ്റാണ്. കാരണം അയാൾ ഒരു ജനപ്രതിനിധിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഒരാളെപ്പോലും ഒരാളും അപമാനിക്കാൻ പാടില്ല. അങ്ങനെ അപമാനിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. അതാ വേണ്ടത്. ഒരിക്കലും അപമാനിക്കുന്നവന്റെ കൂടെ നമ്മൾ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മമ്മൂക്ക പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഷാരടിയെ വിളിച്ചു പറയണം, മോനെ വിഷു 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 വിഷുവിനെ വിളിച്ചു പറയണം, എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് നിന്റെ ഡ്രാമ വേണ്ട. നിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിന് കൃത്യമായിട്ടെന്ന് പറയുന്ന പൈസയും മേടിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ ലാഭവും നേടിക്കൊടുത്തിട്ടില്ലേ? ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചു, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ എവിടെയോ പോകുമ്പോൾ പെട്ടി ചുമന്നു എന്ന് കരുതിയിട്ട് പിഷാരടിക്ക് മമ്മൂട്ടി എന്താ എല്ലാം എഴുതി കൊടുത്ത പോലെയാണല്ലോ. ചിലപ്പോഴും മമ്മൂട്ടിക്ക് അറിയായിരിക്കാം. ഇനി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ വിചാരിക്കുന്നുണ്ട് ഇനി ഇവനൊരു മന്ത്രി എങ്ങാനും ആയി കഴിഞ്ഞാൽ എനക്കൊരു ഗുണമായല്ലോ എന്ന് വിചാരിക്കുന്ന ആളുണ്ടാവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ എന്താ വേണ്ടത്, നമ്മുടെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഇനി അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി വരും, മോഹൻലാൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മോഹൻലാൽ വന്നു പോലും മമ്മൂട്ടി വന്നു പോലും ഇവിടെ ജനങ്ങൾക്ക് എന്താണ്? ജനങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു MLA ആകണം, നല്ല വികസനങ്ങൾ വേണം, ഇതല്ലേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്ന് പറഞ്ഞാൽ 10 സിനിമാക്കാരെ കൊണ്ടുവരാനാണോ ഇവനൊക്കെ MLA ആകുന്നത്? സിനിമാക്കാരെ കൊണ്ടുവരുമ്പോഴും ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക വരുമ്പോഴും, അതായത് ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടുകാർക്ക് മമ്മൂട്ടിയെ കാണാം. പാലക്കാടുകാരും ഇതുവരെ മമ്മൂട്ടിയെ കണ്ടിട്ടില്ലല്ലോ. മമ്മൂട്ടി തേരാപ്പാര ഇറങ്ങി നടന്ന സ്ഥലമാണ് ഒറ്റപ്പാലം, പാലക്കാട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ഷൊർണൂർ, ചെറുതുരുത്തി ആ മേഖലയിലൊക്കെ. അതെന്താ വിഷുവിന് അറിയില്ല ഇതൊന്നും? അവിടെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 3-4 സിനിമയുടെ ഷൂട്ടിങ് ഒരേ സമയം തന്നെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പാലക്കാടുകാർക്ക് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മമ്മൂട്ടി പാലക്കാടുകാർ തേടിയെത്തും. അത് പിഷാരടി ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എത്തും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിഷാരടി ഒരു കാര്യം ചെയ്യണം, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേര് കളങ്കപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.